മെമ്പറിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പിന്നെ പാല് കൊണ്ടുപോകുന്ന ആളുകളൊക്കെയാണ് ഇത് കണ്ടത്. ഉടനെ തന്നെ ഞാൻ ആ വാർഡിലെ എല്ലാ ആളുകളുടെ അലർട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഫോറസ്റ്റിലും പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ ഫോറസ്റ്റിൻ്റെ ടീം പുറകിലുണ്ടെന്ന് അവർ പറഞ്ഞു. അതായത് അവർ പറയുന്നത് റേഡിയോ കോളർ ഫിറ്റ് ചെയ്ത ഒരു ആനയാണ്, അപകടകാരിയായ ആനയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് എടവ പഞ്ചായത്തിലെ 5-ാം വാർഡ്, എൻ്റെ വാർഡ്. എടവ പഞ്ചായത്തിലെ ഫോറസ്റ്റ് പോലും ഇല്ലാത്ത ഏരിയയാണ്. ആദ്യമായിട്ട് എടവ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ആന വന്ന് അപകടകാരിയായിട്ടുള്ള ഒരു ആന വരുന്നത്. അപ്പോൾ ഇപ്പം മാനന്തവാടി ടൗണിനോട് ഏകദേശം 2-2.5 കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ആനയുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വളരെ ഭീതിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ശരി, കമലിലേക്ക് തന്നെ ഞാൻ തിരികെ വരികയാണ്. കമൽ, ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആന അപകടകാരിയാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ റേഡിയോ കോളർ ഘടിപ്പിച്ചത് കൊണ്ടാവും ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. റേഡിയോ കോളർ ഘടിപ്പിക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒന്നുകിൽ അപകടകാരിയായുള്ള ആന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വിധേയമായ ആന. വനം വകുപ്പ് എന്താണെങ്കിലും പിടിച്ച ഒരു ആനയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ സമയം ഒക്കെ നോക്കുമ്പോൾ നഗരമൊക്കെ സജീവമായിട്ട് വരുന്ന സമയം, ഈ ആൾക്കൂട്ടത്തെയൊക്കെ കാണുമ്പോൾ ആന ഏതെങ്കിലും തരത്തിൽ അക്രമകാരിയാകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കമൽ, അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഇല്ല എങ്കിൽ കൂടി ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആശങ്ക ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ആന ടൗണിലാണ് ഉള്ളതെന്ന് തന്നെയാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. കാരണം ചുറ്റും ആളുകളാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകില്ല. കാരണം ഇതൊരു താലൂക്ക് ആസ്ഥാനം നഗരമാണ്. ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ ബസ്സുകളിലും വാഹനങ്ങളിലും വിദ്യാർത്ഥികളും ആളുകളൊക്കെ എത്തുന്നേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒന്നും നോക്കുന്ന ആളുകളായിരിക്കില്ല. ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവില്ല പലരും. അതുകൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിക്കുക എന്നത് ഈ ഒരു ലൊക്കേഷനിൽ ആളുകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിനപ്പുറം നഗരത്തിലേക്ക് ആളുകൾ വരാതെ തടയുക എന്നുള്ളതൊന്നും പ്രായോഗികമായ കാര്യമല്ല. പലരും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. കുട്ടികളെ, നമ്മൾ വിദ്യാർത്ഥികളെ തന്നെ കണ്ടു. പലരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തി. അവരെയൊക്കെ അവിടെ ഇരുത്താനാണ് നിർദ്ദേശം. നഗരസഭാ പരിധിയിൽ അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ പലരും എത്തിയിട്ടുണ്ടാവും. 7:30-ക്കൊക്കെ ക്ലാസ് തുടങ്ങുന്ന സ്കൂളുകളുണ്ട്. വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ എത്തിയിട്ടുണ്ടാകും. എന്തായാലും ഈ ഭാഗത്ത്, ഈ അപ്പുറത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന ഉള്ളത് തന്നെ ഒരു കോളേജിന് സമീപത്താണ് എന്നാണ് പറയുന്നത്. ന്യൂമാൻസ് കോളേജ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അവിടെയാണ് ഇപ്പോൾ, അതിന് പരിസരത്താണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ആരെയും അനുവദിക്കുന്നില്ല. വനംവകുപ്പും പോലീസും പിന്നാലെയുണ്ട്. നേരത്തെ ഈ വഴിയിലൂടെയൊക്കെയാണ് ആന പോയത്. എന്തായാലും മാനന്തവാടി നഗരത്തെ സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് ആന ടൗണിലേക്ക് ഇറങ്ങിയ സംഭവങ്ങൾ ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഉള്ളത് ചിലരൊക്കെ ഓർമ്മയിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ സമീപകാലത്തൊന്നും ടൗണിൽ ആന ഇറങ്ങിയിട്ടില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 നഗരങ്ങളിൽ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും വനത്തോട് അടുത്താണ്. ബത്തേരിയാണെങ്കിൽ വന്യജീവി സങ്കേതത്തോട് തൊട്ടടുത്താണ്. മാനന്തവാടിയിലും അടുത്ത് തന്നെ വനമേഖലയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആന ടൗണിൽ ഇറങ്ങുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തഹസിൽദാരും വനംവകുപ്പും ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. എന്തായാലും തൽക്കാലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകുന്നുണ്ട്. രാവിലെ എടവക പഞ്ചായത്തിൽ നിന്നാണ് ആന വന്നത്. മാനന്തവാടി പുഴയോരത്തുകൂടി വന്ന KSRTC ബസ് സ്റ്റേഷന് സമീപത്തുകൂടി വന്നാണ് ഈ താലൂക്ക് ഓഫീസിനും കോടതിക്കൊക്കെ സമീപത്തെത്തിയത്. ഏറ്റവും അടുത്ത്, ടൗണിന് അടുത്തെത്തിയത് ഇവിടെ ഈ കോടതിക്ക് സമീപത്താണ്. ഇവിടെ നിന്നാണ് നേരത്തെ ആനയെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയത്. അവിടെ നിന്ന് ആന തിരിഞ്ഞ് പോവുകയായിരുന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ പ്രധാന റോഡ് ടൗണാണ്. പക്ഷേ ആന ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആ സ്ഥലം വരെ വന്ന ശേഷം അവിടെ നിന്ന് ആരോ ആനയെ ഓടിച്ചു. നമ്മുടെ വാഹനമൊക്കെ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ആനയെ തിരിച്ച് ഓടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആന അങ്ങോട്ട് കയറിപ്പോയത്. അല്ലെങ്കിൽ നേരെ ഈ പ്രധാന റോഡിലേക്ക് വന്ന ഈ ടൗണിലേക്കായിരുന്നു ആന ഇറങ്ങുക. നമ്മൾ ആ സമയത്ത് ഞാൻ ആനയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന. ആന തിരിഞ്ഞപ്പോൾ തിരികെ ഓടുകയാണ് ചെയ്തത്. കോടതിയുടെ അകത്തേക്കാണ് ഓടിക്കയറിയത്. ഇത്ര അടുത്ത് കാട്ടാനെ ഫോളോ ചെയ്യുന്നൊരു അനുഭവം എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. ആ സമയത്ത് തിരിച്ച് എന്നോടൊപ്പം DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ ഓടി കോടതി മുറിയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആന നമ്മുടെ കാഴ്ച പരിധിയിലില്ല. പക്ഷേ തൊട്ടടുത്ത ഈ കുന്നിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ശരി, കമൽ എന്താണെങ്കിലും തുടരുക. ഇപ്പോൾ വന്ന പ്രേക്ഷകർക്കായി ഞാൻ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ചെറുതായി ഒന്ന് പറയാം. വയനാട്ടിൽ മാനന്തവാടി മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇടവക എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ നിന്നാണ് ആന ജനവാസ മേഖലയിലേക്ക്, നഗരത്തിലേക്ക് പ്രവേശിച്ചത്. ഒരു പുഴ കടന്നാണ് ആന എത്തിയത്. ആന അതിനുശേഷം കോടതി സമുച്ചയത്തിലേക്കൊക്കെ ഓടിക്കേറി. അതിനുശേഷമാണ് ആന പിന്നീട് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്കൊക്കെ പോയത്. ഇപ്പോൾ ആന നമ്മുടെ കാഴ്ച പരിധിയിൽ നിന്ന് മാറി ഒരു ഒറ്റപ്പെട്ട മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കമലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.